ഹായ് ആൾ, എല്ലാവർക്കും ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കുന്നത് PSC ബുള്ളറ്റിൽ നിന്ന് എടുത്ത കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ്. ഇന്ന് നമ്മൾ നോക്കുന്നത് ഫാക്ട്സ് അബൌട്ട് ഇന്ത്യ. ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ആന്ധ്രാപ്രദേശ് സംസ്ഥാനം രൂപം കൊണ്ടത് എന്നാണ്? ആന്ധ്രാപ്രദേശ് സംസ്ഥാനം രൂപം കൊണ്ടത് എന്നാണ്? ഓപ്ഷൻസ്: 1953 നവംബർ 1, 1953 ജനുവരി 1, 1953 ഏപ്രിൽ 1, 1953 ഒക്ടോബർ 1. ആൻസർ ഓപ്ഷൻ ഡി, 1953 ഒക്ടോബർ 1. ആന്ധ്രാപ്രദേശ് സംസ്ഥാനം രൂപം കൊണ്ടത് 1953 ഒക്ടോബർ 1. അടുത്ത ക്വസ്റ്റ്യൻ, താഴെ കൊടുത്തിരിക്കുന്നവയിൽ ആന്ധ്രാപ്രദേശിലെ പ്രസിദ്ധമായ ബുദ്ധമത കേന്ദ്രം ഏത്? സാരാനാഥ്, ഗയ, നാഗാർജുന-കോണ്ട, തിരുപ്പതി. ആന്ധ്രാപ്രദേശിലെ പ്രസിദ്ധമായ ബുദ്ധമത കേന്ദ്രം ഏത്? ആൻസർ ഓപ്ഷൻ സി, നാഗാർജുന-കോണ്ട. ആന്ധ്രാപ്രദേശിലെ പ്രസിദ്ധമായ ബുദ്ധമത കേന്ദ്രം നാഗാർജുന-കോണ്ട. അടുത്ത ക്വസ്റ്റ്യൻ, കൃഷ്ണ ഗോദാവരി ഡെൽറ്റ ഏതിൻ്റെ കൃഷിക്കാണ് പ്രാധാന്യമർഹിക്കുന്നത്? കൃഷ്ണ ഗോദാവരി ഡെൽറ്റ ഏതിൻ്റെ കൃഷിക്കാണ് പ്രാധാന്യമർഹിക്കുന്നത്? ഗോതമ്പ്, നെല്ല്, തേയില, കാപ്പി. ആൻസർ ഓപ്ഷൻ ബി, നെല്ല്. അടുത്ത ക്വസ്റ്റ്യൻ, ആന്ധ്രാപ്രദേശുമായി അതിർത്തി പങ്കിടുന്ന പുതുച്ചേരിയിലെ ജില്ല. ആന്ധ്രാപ്രദേശുമായി അതിർത്തി പങ്കിടുന്ന പുതുച്ചേരിയിലെ ജില്ല. കാരയ്ക്കൽ, മാഹി, യാനം ഇവയൊന്നുമല്ല. ആന്ധ്രാപ്രദേശുമായി അതിർത്തി പങ്കിടുന്ന പുതുച്ചേരിയിലെ ജില്ല. ആൻസർ ഓപ്ഷൻ സി, യാനം. അടുത്ത ക്വസ്റ്റ്യൻ, ആന്ധ്രാപ്രദേശിലും തെലങ്കാനയിലുമായി സ്ഥിതി ചെയ്യുന്ന ജലവൈദ്യുത പദ്ധതി ഏത്? ആന്ധ്രാപ്രദേശിലും തെലങ്കാനയിലുമായി സ്ഥിതി ചെയ്യുന്ന ജലവൈദ്യുത പദ്ധതി. ഓപ്ഷൻസ്: ശ്രീശൈലം, ബക്രാനങ്കൽ, കോസി, മേട്ടൂർ. ആൻസർ ഓപ്ഷൻ എ, ശ്രീശൈലം. ആന്ധ്രാപ്രദേശിലും തെലങ്കാനയിലുമായി സ്ഥിതി ചെയ്യുന്ന ജലവൈദ്യുത പദ്ധതി ശ്രീശൈലം. അടുത്ത ക്വസ്റ്റ്യൻ, ഏതു നദിയിലാണ് നാഗാർജുന സാഗർ ഡാം നിർമ്മിച്ചിരിക്കുന്നത്? ഗോദാവരി, മഹാനദി, കാവേരി, കൃഷ്ണ. ഏതു നദിയിലാണ് നാഗാർജുന സാഗർ ഡാം നിർമ്മിച്ചിരിക്കുന്നത്? ആൻസർ ഓപ്ഷൻ ഡി, കൃഷ്ണ. നാഗാർജുന സാഗർ ഡാം കൃഷ്ണ നദിയിലാണ്. അടുത്ത ക്വസ്റ്റ്യൻ, താഴെ പറയുന്നവയിൽ ആന്ധ്രാപ്രദേശിൽ അധിവസിക്കുന്ന ഗോത്രവിഭാഗം ഏതാണ്? ഗോത്രവിഭാഗം: തോഡർ, ചെഞ്ചു, ഊരാളി, ബൂട്ടിയ. താഴെ പറയുന്നവയിൽ ആന്ധ്രാപ്രദേശിൽ അധിവസിക്കുന്ന ഗോത്രവിഭാഗം. ആൻസർ ഓപ്ഷൻ ബി, ചെഞ്ചു. പോച്ചമ്പാട് പദ്ധതി ഏത് നദിയിലാണ്? കൃഷ്ണ, കാവേരി, ഗോദാവരി, മഹാനദി. പോച്ചമ്പാട് പദ്ധതി ഏത് നദിയിലാണ്? ആൻസർ ഓപ്ഷൻ സി, ഗോദാവരി. അടുത്ത ക്വസ്റ്റ്യൻ, ഇന്ത്യയിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകം? വേമ്പനാട്, ചിൽക്ക, കൊല്ലേരു, സാമ്പാർ. ഇന്ത്യയിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകം വേമ്പനാട്, ചിൽക്ക, കൊല്ലേരു, സാമ്പാർ. ആൻസർ ഓപ്ഷൻ സി, കൊല്ലേരു. ഇന്ത്യയിലെ ആദ്യത്തെ കപ്പൽ നിർമ്മാണശാല? ഹൈദരാബാദ്, വിശാഖപട്ടണം, കാക്കിനഡ, രാജമുദ്രി. ഇന്ത്യയിലെ ആദ്യത്തെ കപ്പൽ നിർമ്മാണശാല. ഓപ്ഷൻ ബി, വിശാഖപട്ടണം. അടുത്ത ക്വസ്റ്റ്യൻ, ആന്ധ്രാപ്രദേശിൽ രൂപം കൊണ്ട നൃത്തരൂപം ഏതാണ്? കുച്ചിപ്പിടി, ഭരതനാട്യം, കഥക്, സാത്രിയ. ആന്ധ്രാപ്രദേശിൽ രൂപം കൊണ്ട നൃത്തരൂപം കുച്ചിപ്പിടി. ഏതു നദിയുടെ തീരത്താണ് വിജയവാഡ സ്ഥിതി ചെയ്യുന്നത്? കൃഷ്ണ, ഗോദാവരി, ഭീമ, മലപ്രഭ. വിജയവാഡ സ്ഥിതി ചെയ്യുന്നത് കൃഷ്ണ നദിയുടെ തീരത്ത്. അടുത്ത ക്വസ്റ്റ്യൻ, ഹൈദരാബാദിനെ ഏതു നഗരവുമായി ബന്ധിപ്പിക്കുന്ന ട്രെയിനാണ് ചാർമിനാർ എക്സ്പ്രസ്? ഹൈദരാബാദിനെ ഏതു നഗരവുമായി ബന്ധിപ്പിക്കുന്ന ട്രെയിനാണ് ചാർമിനാർ എക്സ്പ്രസ്? ബംഗളൂരു, ന്യൂഡൽഹി, ചെന്നൈ, മുംബൈ.
ചെന്നൈ. വെങ്കിടേശ്വര ക്ഷേത്രത്തിന് പ്രസിദ്ധമായ നഗരം? രാജമുദ്രി, തിരുപ്പതി, പുട്ടപർത്തി, വിശാഖപട്ടണം. വെങ്കിടേശ്വര ക്ഷേത്രത്തിന് പ്രസിദ്ധമായ നഗരം തിരുപ്പതി. താഴെ പറയുന്നതിൽ ആന്ധ്രാപ്രദേശിൻ്റെ അപരനാമം? എല്ലാ ഋതുക്കളുടെയും സംസ്ഥാനം, പർവ്വത സംസ്ഥാനം, ധാതു സംസ്ഥാനം, ഇന്ത്യയുടെ മുട്ടപ്പാത്രം. ആന്ധ്രാപ്രദേശിൻ്റെ അപരനാമം ഇന്ത്യയുടെ മുട്ടപ്പാത്രം. ഏതു വർഷമാണ് ആന്ധ്ര സംസ്ഥാനത്തിന് ആന്ധ്രാപ്രദേശ് എന്ന് പുനർനാമകരണം ചെയ്തത്? ഏതു വർഷമാണ് ആന്ധ്ര സംസ്ഥാനത്തിന് ആന്ധ്രാപ്രദേശ് എന്ന് പുനർനാമകരണം ചെയ്തത്? 1956, 1957, 1958, 1959. 1956. ഏറ്റവും കൂടുതൽ സന്ദർശകർ എത്തുന്ന ക്ഷേത്രം? ഏറ്റവും കൂടുതൽ സന്ദർശകർ എത്തുന്ന ക്ഷേത്രം? വൈഷ്ണോദേവി ക്ഷേത്രം, തിരുപ്പതി ക്ഷേത്രം, ശബരിമല ക്ഷേത്രം, മധുര മീനാക്ഷി ക്ഷേത്രം. ഏറ്റവും കൂടുതൽ സന്ദർശകർ എത്തുന്ന ക്ഷേത്രം? ആൻസർ ഓപ്ഷൻ ബി, തിരുപ്പതി. തിരുപ്പതി ക്ഷേത്രം. അടുത്ത ക്വസ്റ്റ്യൻ. ആധുനിക ആന്ധ്രയുടെ പിതാവ് എന്ന് വിശേഷിപ്പിക്കപ്പെടുന്നത്? ആധുനിക ആന്ധ്രയുടെ പിതാവ് എന്ന് വിശേഷിപ്പിക്കപ്പെടുന്നത്? പോറ്റി ശ്രീരാമലു, ടി പ്രകാശം, വീരേശലിംഗം, എൻ ടി രാമറാവു. ആധുനിക ആന്ധ്രയുടെ പിതാവ് എന്ന് വിശേഷിക്കപ്പെടുന്നത് വീരേശലിംഗം. ആന്ധ്രാപ്രദേശിലെ ഏറ്റവും നീളം കൂടിയ നദി? കാവേരി, മഹാനദി, കൃഷ്ണ, ഗോദാവരി. ആന്ധ്രാപ്രദേശിലെ ഏറ്റവും നീളം കൂടിയ നദി ഗോദാവരി. സെക്കൻഡ് മദ്രാസ് എന്നറിയപ്പെടുന്നത്? കാക്കിനഡ, രാജമുദ്രി, വിശാഖപട്ടണം, കൃഷ്ണപട്ടണം. ആൻസർ ഓപ്ഷൻ എ, കാക്കിനഡ. സെക്കൻഡ് മദ്രാസ് എന്നറിയപ്പെടുന്നത് കാക്കിനഡ. അടുത്ത ക്വസ്റ്റ്യൻ. ആന്ധ്രാപ്രദേശിൻ്റെ മുഖ്യമന്ത്രിയായതിനു ശേഷം ഇന്ത്യൻ പ്രസിഡന്റായ നേതാവ്? ആന്ധ്രാപ്രദേശിൻ്റെ മുഖ്യമന്ത്രിയായതിനു ശേഷം ഇന്ത്യൻ പ്രസിഡന്റായ നേതാവ്? ഡോക്ടർ എസ് രാധാകൃഷ്ണൻ, സഞ്ജീവ റെഡ്ഡി, ശങ്കർ ദയാൽ ശർമ്മ, വി വി ഗിരി. ആന്ധ്രാപ്രദേശിൻ്റെ മുഖ്യമന്ത്രിയായതിനു ശേഷം ഇന്ത്യൻ പ്രസിഡന്റായ നേതാവ് സഞ്ജീവ റെഡ്ഡി. തെലുങ്കുദേശം പാർട്ടി സ്ഥാപിച്ചതാര്? ചന്ദ്രശേഖര റാവു, ചന്ദ്രബാബു നായിഡു, എൻ ടി രാമറാവു, സഞ്ജീവ റെഡ്ഡി. തെലുങ്കുദേശ പാർട്ടി സ്ഥാപിച്ചതാര്? എൻ ടി രാമറാവു. പ്രജാരാജ്യം പാർട്ടി സ്ഥാപിച്ചതാര്? എൻ ടി രാമറാവു, ചിരഞ്ജീവി, എം ജി ആർ, ചന്ദ്രബാബു നായിഡു. പ്രജാരാജ്യം പാർട്ടി സ്ഥാപിച്ചത് ചിരഞ്ജീവി. ആന്ധ്ര സംസ്ഥാനത്തിൻ്റെ രൂപവൽക്കരണം ആവശ്യപ്പെട്ടുകൊണ്ട് നിരാഹാര സമരം അനുഷ്ഠിച്ച് മരണം വരിച്ച നേതാവ്? ആന്ധ്ര സംസ്ഥാനത്തിൻ്റെ രൂപവൽക്കരണം ആവശ്യപ്പെട്ടുകൊണ്ട് നിരാഹാര സമരം അനുഷ്ഠിച്ച് മരണം വരിച്ച നേതാവ്? ജതിൻ ദാസ്, വിനോബ ഭാവെ, പോറ്റി ശ്രീരാമലു, ടി പ്രകാശം. പോറ്റി ശ്രീരാമലു. ഒരു ദക്ഷിണേന്ത്യൻ സംസ്ഥാനത്ത് ഗവർണറായ ആദ്യ വനിത? ഒരു ദക്ഷിണേന്ത്യൻ സംസ്ഥാനത്ത് ഗവർണറായ ആദ്യ വനിത? സരോജിനി നായിഡു, പത്മജ നായിഡു, ശാരദ മുഖർജി, ജാനകി രാമചന്ദ്രൻ. ഒരു ദക്ഷിണേന്ത്യൻ സംസ്ഥാനത്ത് ഗവർണറായ ആദ്യ വനിത ശാരദ മുഖർജി.